പ്രിയ സദസ്സിന് വന്ദനം. കാലത്തിന് മറക്കാനാവാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ മനുഷ്യൻ, ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ആരാലും അറിയപ്പെടാതെ നിശബ്ദമായി കടന്നുപോയ വ്യക്തിത്വം. അതെ, അതാണ് നമ്മുടെ തിരുക്കുടുംബത്തിന്റെ നാഥൻ. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന്റെ വഴികളിലൂടെ നടന്ന് ദിവ്യരഹസ്യന്റെ കാവലായി തീർന്ന് മറിയത്തെ അപമാനതയാക്കാൻ വിട്ടുകൊടുക്കാതെ ഉണ്ണീശോയുടെ ജനനത്തിന് എക്കാലത്തെയും ഒരു വിശ്വസ്ത സാക്ഷിയായി മാറിയ പുണ്യപിതാവിന്റെ കരുതുന്ന സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് തീർച്ച തന്നെ. ഇതാ ഒരു നേർസാക്ഷ്യം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. കാവലായി കരുതുന്ന സ്നേഹം. ദൈവകൃപതൻ കഥകളോരോന്ന്, വിശ്വാസത്തിൻ സാക്ഷ്യങ്ങളോരോന്ന്, കാവലിൻ കരങ്ങളും ഓരോന്ന്, കേൾക്കുക സാദരം ശ്രദ്ധയോടെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകയിലെ ബീറൂർ റെയിൽവേ സ്റ്റേഷൻ 2019 ജൂലൈ 15 തീയതിയിലെ പ്രഭാതം. സമയം 7 മണിയോടടുക്കുന്നു. ട്രെയിനുകളുടെ ചൂളം വിളികളും ചായ വിൽപ്പനക്കാരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും ആരവങ്ങളും പത്രവിൽപ്പനക്കാരുടെ ചൂട് വാർത്തകളും ജനങ്ങളുടെ തിക്കും തിരക്കുമെല്ലാം ബീറൂർ റെയിൽവേ സ്റ്റേഷനെ ശബ്ദമുഖരിതമാക്കി. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ സവിനയം ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ആ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പനിയുടെ ആലസ്യത്തോടെ തികച്ചും ക്ഷീണിതയായി ദൂരേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു യുവസന്യാസിനി. അവളുടെ കയ്യിൽ ഒരു വലിയ ട്രോളി ബാഗുമുണ്ട്. അതാ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചൂളം വിളിയുടെ അകമ്പടിയോടെ കിതച്ചെത്തുന്നു പൂനെ എക്സ്പ്രസ്. ഓടിയടുക്കുന്നു പൂനെ എക്സ്പ്രസ്. റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരതിരക്ക്, ആളുകൾ ഓടുന്നു, ട്രോളികൾ നീങ്ങുന്നു, പച്ചക്കൊടികൾ വീശിടുന്നു. ക്ഷീണിതയായി കാണപ്പെട്ട യുവസന്യാസിനിയിൽ പൂനെ എക്സ്പ്രസ് എത്തിച്ചേർന്നതോടെ അവളുടെ ചലനങ്ങൾ ദ്രുതഗതിയിലായി. അതെ, അവളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ട്രെയിനാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് അവളുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അവൾ തന്റെ ക്ഷീണമെല്ലാം മറന്നു. തന്റെ ഇരിപ്പിടം കണ്ടെത്താനുള്ള തിരക്കിലായി അവളുടെ ശ്രദ്ധ. സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലെ 12-ാം നമ്പർ സീറ്റിൽ അവൾ സ്വസ്ഥമായി ഇരിപ്പുറപ്പിച്ചു. ബാഗും മറ്റു സാധനങ്ങളുമെല്ലാം ഒതുക്കി വെച്ചു. ട്രെയിൻ നീങ്ങി തുടങ്ങി. പ്രപഞ്ചവിധാനങ്ങളെ പിന്നിലാക്കി അതിവേഗം കുതിച്ചു പായുന്ന തന്റെ ട്രെയിനിന്റെ ജാലകങ്ങളിലൂടെ പ്രകൃതിയുടെ രമണീയത അവൾ ആസ്വദിച്ചു. എത്ര മനോഹരം ഈ പ്രപഞ്ചം, നാഥാ നിന്നുടെ കരവിരുതല്ലോ, ആഴിയും ഊഴിയും സൃഷ്ടിച്ചവനെ നമിച്ചിടുന്നു ഞാൻ നിൻ പദതാരിൽ. മണിക്കൂറുകൾ നീണ്ട യാത്ര. സായാഹ്നമായി. അവൾ തന്റെ പ്രാർത്ഥനകൾക്ക് ശേഷം ഭക്ഷണം കഴിച്ചു. പനിയുടെ ക്ഷീണവും തളർച്ചയുമെല്ലാം അവളെ പതിയെ ഉറക്കത്തിലേക്ക് നയിച്ചു. സമയം കുറച്ചേറെ കടന്നുപോയി. അവൾ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു. അവൾ തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം 12:45. ധൃതിയിൽ അവൾ ജനൽപാണികളിലൂടെ ട്രെയിൻ എത്തിയ സ്ഥലം ബോർഡിൽ നോക്കി നിജപ്പെടുത്തി. നേരിയൊരാശ്വാസം അവളുടെ മുഖത്ത് കാണപ്പെട്ടു. ഇറങ്ങേണ്ട സ്ഥലം എത്താറായി. അവൾ ആത്മഗതം ചെയ്തു. തിടുക്കത്തിൽ തന്റെ സാധന സാമഗ്രികൾ എടുത്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ട്രെയിനിന്റെ പാച്ചിലിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വന്നു. അവൾ പൂനെ സ്റ്റേഷനിൽ ഇറങ്ങി. സമയം 1 മണി കഴിഞ്ഞതേ ഉള്ളൂ. പുലർച്ചെ 3 മണിക്ക് എത്തേണ്ട ട്രെയിൻ നേരത്തെ എത്തിയതാണ്. ഇനിയിപ്പോ എന്തു ചെയ്യും? ഉള്ളിൽ ഭയത്തിന്റെ അലയടികൾ ഉയർന്നു പൊങ്ങുന്നു. അവിടെ നിന്ന് ഈശ്വാണി എന്ന സ്ഥലത്തേക്കാണ് അവൾക്ക് പോകേണ്ടത്. ഓട്ടോയിൽ ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. രാത്രിയിൽ, അതും ഒറ്റയ്ക്ക്. ഓട്ടോയിൽ പോകുന്നത് സുരക്ഷിതമല്ല എന്ന് തോന്നിയതുകൊണ്ട് പുലർച്ചെ 4 മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. പെട്ടെന്ന്
ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ മാറി തുടങ്ങി. ഇടിമുഴക്കത്തിന്റെ ആർത്തനാദം നിലയ്ക്കുന്നതിന് മുൻപേ മഴ പെയ്തു തുടങ്ങി. കോരിച്ചൊരിയുന്ന പേമാരി തുള്ളിക്കൊരുകുടം കണക്കെ മഴ ഘോര താണ്ഡവമാടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ മേൽക്കൂരയുടെ പണികൾ നടക്കുന്നതിനാൽ കനത്ത മഴയിൽ എവിടെ നിൽക്കണമെന്നറിയാതെ അവൾ പരിഭ്രമിച്ചു. ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. യാത്ര തുടരുന്നു, ഭയമെന്നെ മൂടുന്നു, കൂരിരുൾ എന്നെ വലയം ചെയ്യുന്നു. ഒരു കൈത്താങ്ങിനായി ഞാൻ കീഴുന്നു, വിശ്വാസധാരയിൽ ഞാൻ മുന്നേറിടുന്നു. ഭയത്തിന്റെ മുൾമുനയിലൂടെ കടന്നുപോയ അവളുടെ ഉള്ളിൽ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപിതാവിന്റെ മുഖം തെളിഞ്ഞു വന്നു. വിശുദ്ധ യൗസേപിതാവിനോട് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. എന്റെ പിതാവേ, എനിക്ക് അങ്ങയെ വിശ്വാസമാണ്. പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും വിപത്സന്ധികളിൽ രക്ഷിച്ചവനല്ലേ നീ? ഈ രാത്രിയിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ പൂർണ്ണമായും അങ്ങയെ ഏൽപ്പിക്കുന്നു. 3 മണിക്ക് മുൻപ് എന്നെ ഈശുവാണിയിൽ സുരക്ഷിതമായി എത്തിക്കണമേ. കേണുവാണിവിടേകുമത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. കേണുവാണിവിടേകുമത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷകൾ ഈശ്വരൻ സ്വീകരിക്കുമെന്ന കുമാരനാശാന്റെ വരികളെ അന്വർത്ഥമാക്കും വിധം അതാ മനോമുകുരത്തിൽ ഒരു നീല ടാർപ്പായുടെ ചിത്രം തെളിഞ്ഞു വന്നു. കാവൽ മാലാഖയെ പോൽ വന്നൊരു രൂപം, ഉണ്ണിയേശുവും ലില്ലിപ്പൂവും കയ്യിലേന്തി, അഭയം നൽകി എന്നെ നയിക്കുന്നു. ദൈവകൃപ എന്നെ പൊതിയുന്നു. ഓ ദൈവകൃപ എന്നെ പൊതിയുന്നു. സാമാന്യം പ്രായം തോന്നിക്കുന്ന പ്രകൃതം, തേജസ്സുറ്റ മുഖഭാവം, നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ തന്റെ മനസ്സിൽ തെളിഞ്ഞ ആ നീല ടാർപ്പായും കുടയുമായി ആ മനുഷ്യൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവൾക്ക് തന്റെ ആശ്ചര്യം നിയന്ത്രിക്കാനാവുന്നില്ല. തന്റെ മനസ്സിൽ തെളിഞ്ഞ ആ നീല ടാർപോളിൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നു. സിസ്റ്ററിന് ഈശുവാണിയിലേക്കല്ലേ പോകേണ്ടത്? വളരെ ലോലമായ സൗമ്യ ശബ്ദത്തോടെ അദ്ദേഹം ചോദിച്ചു. ചോദ്യം കേട്ട് ഒരു ഞെട്ടലോടെ അവൾ പറഞ്ഞു, അതെ, എനിക്ക് ഈശുവാണിയിലേക്കാണ് പോകേണ്ടത്. ജീവിതയാത്രയിൽ വഴിയടഞ്ഞിടുമ്പോൾ വഴിവിളക്കായി നീ കടന്നു വരില്ലേ? കരുതുന്ന സ്നേഹമേ, കാവലായി തീർന്ന നിൻ സ്നേഹത്തെ സാദരം നമിച്ചിടുന്നു. മറുപടി കേട്ടയുടൻ അദ്ദേഹം അവളുടെ ട്രോളി ബാഗ് ടാർപ്പായിൽ പൊതിഞ്ഞ് തലയിൽ വെച്ചു. കുട അവൾക്ക് നൽകി. തന്നെ അനുഗമിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അവർ ഒരു ഓട്ടോയുടെ സമീപത്തെത്തി. അപ്പോഴും മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. മഴ നനയാതിരിക്കാൻ അദ്ദേഹം ടാർപോളിൻ ഓട്ടോയുടെ ഇരുവശത്തേക്കും ശരിയായി വെച്ചു. വഴി കാണാനായി ഒരിത്തിരി സ്ഥലം ഒഴിച്ചിട്ടു. എന്നിട്ട് തിരിഞ്ഞ് അവളോടായി അദ്ദേഹം പറഞ്ഞു, മുൻപ് പോയ വഴിയാണോ എന്ന് ശ്രദ്ധിച്ചോളൂ. അതെ, താൻ മുൻപ് പോയ അതേ വഴികൾ തന്നെ. എന്തോ തെല്ലും ഭയമില്ലാതെ താൻ സുരക്ഷിതയാണ് എന്ന ദൃഢവിശ്വാസത്തോടെ അവൾ ഓട്ടോയിലിരുന്നു. കൃത്യം 3 മണിക്ക് 5 മിനിറ്റ് ബാക്കി നിൽക്കെ NBCLC മെയിൻ ഗേറ്റിന് മുൻപിൽ ഓട്ടോ എത്തി. അവിടെ വണ്ടി ഒതുക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ വരുന്നവരുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തുന്ന പതിവുണ്ട് ഇവിടെ. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്ന് എല്ലാം രേഖപ്പെടുത്തി. ഗേറ്റ് തുറന്നു. അവൾ
തന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന നന്ദി സമർപ്പിച്ചു. നന്ദി യോസേപ്പിതാവേ നന്ദി, കാവലായി കരുതലായി വിശ്വാസപാതയിൽ നീ നയിച്ച നിമിഷമേ നന്ദി. നന്ദി തൻ ഭാരങ്ങളേകുന്നിതാ. അയാൾ അവളുടെ റൂമിന്റെ വരാന്തയിൽ പെട്ടിയും എത്തിച്ച് അവളുടെ കയ്യിൽ നിന്നും കുട തിരികെ വാങ്ങി. അവൾ അയാൾക്ക് കൊടുക്കുവാനുള്ള പണം ബാഗിൽ നിന്നും തപ്പിയെടുക്കുന്നതിന് മുൻപേ അയാൾ അപ്രത്യക്ഷനായി. അവൾ അവിടെയൊക്കെ അയാളെ അന്വേഷിച്ചു, ചുറ്റും ഓടി നടന്നു നോക്കി. എന്നാൽ അദ്ദേഹത്തെയോ ഓട്ടോയെയോ അവിടെ കണ്ടില്ല. കൃത്യം 3 മണിക്ക് തന്നെ സുരക്ഷിതമായി മുറിയിലെത്തിച്ച് വഴിയിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ പോയ ആ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ അവളുടെ ഉറക്കം കെടുത്തി. അദ്ദേഹം ആ ഗേറ്റിലെ സെക്യൂരിറ്റി ബുക്കിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ആ ചോദ്യം അവളെ വല്ലാതെ അലട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ തന്റെ കൂട്ടുകാരുമൊത്ത് അവിടെ ചെന്നു. അവിടെ ആ ബുക്കിൽ അവൾ കണ്ട കാഴ്ച അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പ്രിയ കലാസ്നേഹികളെ, അതിലെന്തായിരുന്നെന്നോ? കൃത്യമായി അവളുടെ പേര്, ഫോൺ നമ്പർ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. താനൊന്നും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അദ്ദേഹം തന്നോടൊന്നും ചോദിച്ചതുമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? സമ്മിശ്ര ഭാവങ്ങളുടെ വേലിയേറ്റങ്ങൾ അവളുടെ വിശ്വാസത്തിന്റെ വേരിനെ കൂടുതൽ ആഴത്തിൽ ഉറപ്പിച്ചു. അതെ, ഉണ്ണീശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവ് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. വിശ്വാസ വെളിച്ചം എന്നെ നയിക്കുന്നു, പ്രതീക്ഷതൻ നാളങ്ങൾ കാവലാകുന്നു. ദൈവത്തിൻ സ്നേഹം ഹൃത്തിൽ നിറയുന്നു, പ്രത്യാശയോടെ ഞാൻ മുന്നേറുന്നു. തിരുക്കുടുംബത്തിന്റെ സംരക്ഷണവും പരിപാലനയും ദൈവികമായി നിർവഹിച്ച് ലോകത്തിന് ഒരു പിതൃപരിപാലനയുടെ തണലായി വർത്തിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് ഇന്നും എന്നും നമ്മുടെ ഓരോരുത്തരുടെയും കരുതലുള്ള കാവൽക്കാരൻ തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഈ വത്സലതാതൻ നമ്മുടെ അനുദിന ജീവിതത്തിലും വ്യക്തിപരമായി ഇടപെടുന്നുണ്ട്. തിരിച്ചറിഞ്ഞ് നമുക്കും ഉറച്ചു വിശ്വസിക്കാം, ആ കരങ്ങളിൽ മുറുകെ പിടിക്കാം. അങ്ങനെ നമ്മുടെ സ്വർഗീയ യാത്ര സുഗമമാക്കാം. നന്ദി.